ഞാൻ എവിടെന്നെങ്കിലും കടം തിരിച്ചിട്ട് വീട്ടിലേക്ക് പണമയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. പാടില്ല മുതലാളിമാരെ, കൃത്യമായി കൊടുത്തോളണം പണിയെടുത്തവന്റെ കൂലി. അതേ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണമെന്നാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം. അതേ സമയത്ത് ബിസിനസ് നടത്തുന്ന ചിലർ അവരുടെ ചെന്നപ്പോ അവരെ സങ്കടം പറയണ്ട. കടയിൽ ജോലി ചെയ്യുന്നവർ കട്ടിട്ട് നിവൃത്തിയില്ല, ചതിച്ചിട്ട് നിവൃത്തിയില്ല, പറ്റൂല കേട്ടോ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. സ്വർഗത്തിലെത്തണോ? വിശ്വാസ്യത പുലർത്തണം, വിശ്വാസ്യത പുലർത്തണം. നമ്മളെ വിശ്വസിച്ച് കടയിലാക്കിയാൽ, വിശ്വസിച്ച് തൊഴിലേൽപ്പിച്ചാൽ, വിശ്വസിച്ചൊരു കാര്യമേൽപ്പിച്ചാൽ വഞ്ചന പാടില്ല. ഉമ്മമാരെ, നമുക്ക് നല്ല വീട് പണിതന്നു ഭർത്താവ്, ടെലിഫോണും വാങ്ങിത്തന്നു, വസ്ത്രവും തന്നു, കട്ടിലും തന്നു, കിടക്കയും തന്നു, ഭക്ഷണവും തന്നു, സൗകര്യങ്ങളെല്ലാം തന്നു. ആ വീട് നമ്മളെ ഏൽപ്പിച്ചു. ആ വീട്ടിൽ ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരാളെയും ചവിട്ടിപ്പോകരുതേ, ചവിട്ടിച്ചു കളയരുതേ. ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയെയും ഭർത്താവിന്റെയോ നിങ്ങളുടെയോ ഫോണിൽ വിളിച്ചു പോകരുതേ. മമ്മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിനെ വഞ്ചിക്കല്ലേ. പ്രിയപ്പെട്ട ഭാര്യ മാസങ്ങളോളം, കൊല്ലങ്ങളോളം ഭർത്താവിന് വേണ്ടി ക്ഷമിച്ച് സഹിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുമ്പോ ഭാര്യയെ വഞ്ചിച്ച് ഹറാമിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരെ. അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ലേ യുവാക്കളെ. അന്യ സ്ത്രീകളുമായി സംസാരിക്കല്ലേ യുവാക്കളെ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. കരാറുകൾ ലംഘിക്കരുത്. അത് മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള കരാറാണെങ്കിലും, അതേ ആര് തമ്മിലുള്ള കരാറാണെങ്കിലും കരാറ് ലംഘിക്കരുത്. മുസ്ലിമിനോടും അമുസ്ലിമിനോടും കള്ളം പറയരുത്. മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കരുത്. മുസ്ലിമിന്റെതും അമുസ്ലിമിന്റെതും കട്ടെടുക്കരുത്. ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്. അതല്ലേ ഇസ്ലാം. എല്ലാവർക്കും ഉപകാരം ചെയ്യുക. അഫ്ളലുന്നാസ് ആരാണ്? മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാണ്? നബി തങ്ങൾ പറയുന്നു, അൻഫഉഹും ലിന്നാസ്. മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാരോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. പഴയ കാലത്തൊരു കല്യാണ വീട്ടിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് ജനങ്ങൾ ഭക്ഷണ വിതരണത്തിന് നിന്നിരുന്നത്, പന്തലിടാൻ നിന്നിരുന്നത്. എത്ര ആത്മാർത്ഥമായിട്ടാണ് മറ്റൊരുത്തന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിരുന്നത്. ഇന്ന് സ്നേഹബന്ധങ്ങളൊക്കെ തകർന്നില്ലേ? പലപ്പോഴും അവന്റെ കല്യാണം ഭംഗിയിൽ നടക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവന്റെ കല്യാണം എങ്ങനെയുണ്ട് അവൻ വിചാരിച്ചതുപോലെ ആകാതെ എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു വേണ്ടാത്തത് ചെയ്യാനെന്ന് ചിന്തിക്കുന്ന ലോകമായി മാറിയില്ലേ? സുഹൃത്തുക്കളെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അൻഫഉഹും ലിന്നാസ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ. ഒരു രോഗിയെ സന്ദർശിക്കാൻ, രോഗിക്ക് സാന്ത്വനം നൽകാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ. ഇനി മുതലാളിയായതുകൊണ്ടും ശാരീരികമായ സഹായം വേണ്ടേ? അവന്റെ അടുക്കൽ ധാരാളം പണമുണ്ട്, പക്ഷേ അവൻ ആ പണത്തിന്റെ നിയമത്തനുസരിച്ച് പരിചയമുള്ളവരൊക്കെ വിളിച്ചിട്ടൊരു വലിയ കല്യാണ സദ്യ നടത്തുമ്പോ നമ്മൾ പണം കൊണ്ടവനെ സഹായിക്കണ്ട, പക്ഷേ ശരീരം കൊണ്ടവന്റെ വീട്ടിൽ സഹായിച്ചു കൊടുക്കണം. പാവപ്പെട്ടവന്റെ വീട്ടിൽ അവനും കുറെ പരിചയക്കാരുണ്ട്, അവനും വിളിക്കണം പരിചയക്കാരെ എന്ന ആശയുണ്ട്.
ഈ പണക്കാരൻ ഒരു പക്ഷേ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ ആരോഗ്യമില്ല, അവൻ പാവപ്പെട്ടവന് സമ്പത്ത് കൊണ്ട് സഹായിക്കണം. എന്നാൽ അവന് ജോലിക്കൊരാളെ നിർത്തിയിട്ട് കാര്യം നടത്താൻ കഴിയില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത അനുഗ്രഹം മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു തആല കൊടുത്തത് അറിവാണ്. ആ അറിവ് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ജനങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ സൗഹാർദ്ദത്തിലാക്കാൻ വേണ്ടി, ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അവരുടെ ഊർജം ചെലവഴിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റേണ്ടവരല്ല, പരസ്പരം തല്ലേണ്ടവരല്ല, പരസ്പരം കുക്ക് വിളിക്കേണ്ടവരല്ല, പരസ്പരം തെറി പറയേണ്ടവരല്ല, പരസ്പരം അകലേണ്ടവരല്ല, പരസ്പരം മിണ്ടാതിരിക്കേണ്ടവരല്ല, പരസ്പരം ബഹിഷ്കരിക്കേണ്ടവരല്ല. ഈമാനുള്ള മുസ്ലിമീങ്ങൾ ഒരു നേതാവിന്റെ അനുയായികളാണ്. ആ നേതാവ് സ്നേഹം പഠിപ്പിച്ച നേതാവാണ്, സൗഹാർദ്ദം പഠിപ്പിച്ച നേതാവാണ്, സഹനം പഠിപ്പിച്ച നേതാവാണ്, സഹകരണം പഠിപ്പിച്ച നേതാവാണ്, സഹിഷ്ണുത പഠിപ്പിച്ച നേതാവാണ്. അവിടുത്തെ ചുമലിലിട്ട പരുവരുത്ത പുതപ്പ് പിന്നിൽ നിന്ന് വന്നല്ലേ ഒരു മനുഷ്യൻ വളരെ ബലമായി പിടിച്ചു വലിക്കുന്നത്. വലിച്ചിട്ട് പറയുന്നതോ, മുഹമ്മദേ, നിന്റെ കയ്യിലുള്ളതിൽ നീ എനിക്കും തരണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. സംഭാവന ചോദിച്ചൊരു കോലം നോക്ക് നിങ്ങള്, സംഭാവന ചോദിച്ചൊരു രൂപം, പരിവരുത്ത സാല്, കഴുത്തുള്ള സാല് ബേക്കെന്ന് പിടിച്ച് വലിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. നമ്മളൊരാളൊരു സംഭാവന വെക്കണമെങ്കിൽ എത്ര ബഹുമാനിച്ച് പോകണം. ബേക്കെന്ന് വലിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പടച്ചവൻ തന്നതിൽ എനിക്കും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംഭാവന കൊടുത്തില്ലേ? അത് പഠിപ്പിച്ച സഹിഷ്ണുത ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കാണണ്ടേ മറ്റുള്ള സമുദായം, ഇത് കാണണ്ടേ മറ്റുള്ള ജനങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നബിദിന പരിപാടികൾ എത്രയാ, മൗലിദ് പരിപാടികൾ എത്രയാ, അതേ എന്തെല്ലാം പരിപാടികളാ മുസ്ലിമീങ്ങൾ എല്ലാവരും നടത്തുകയാണ്. എല്ലാ പള്ളി കമ്മിറ്റിയും, എല്ലാ മദ്രസ കമ്മിറ്റിയും, എല്ലാ സ്കൂൾ കമ്മിറ്റിയും, എല്ലാ സംഘടനക്കാരും നടത്തുകയാണ്. പക്ഷേ ചോദിക്കട്ടെ, അവിടുത്തെ സ്വഭാവം എവിടെ? അവിടുത്തെ സ്വഭാവം മറ്റ് സമുദായങ്ങൾ നമ്മളിൽ കാണണ്ടേ? അവിടുത്തെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ മതിയോ? അതാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസിരൻ ലീ ഉഖൂമി. മക്കളുണ്ടാവൂല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി പറഞ്ഞിരിക്കുന്നു. അതേ, അദ്ദേഹത്തിന് കുട്ടിയുണ്ടാകാനുള്ള ശേഷിയില്ല. ആ മനുഷ്യന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മകനാണ് കുട്ടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതുപോലെ നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവം നമ്മളിൽ തീരെ കാണാനില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പ്രസംഗിച്ചാൽ ആളുകൾ അംഗീകരിക്കുമോ? നമ്മളെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പുലർത്താൻ നമുക്ക് കഴിയണം. അവിടുന്ന് ഒരു വിഷയവും വിട്ടേച്ചു പോയിട്ടില്ല. നബിയുനൽ ആമീറുൻ നഹീഫാല അഹദു അബറാഫി ഖൗലില്ല മിൻഹു വലനാമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് തിരക്കിട്ട് വേറൊരു പരിപാടിക്ക് പോവുകയാണ്. ഒരു ജംഗ്ഷനിലെത്തിയപ്പോ വഴി അറിയില്ല. വഴി ചോദിക്കാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ വഴി ചോദിച്ചു. അപ്പൊ അയാൾ ഞാനും വരാന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടി കയറി. അദ്ദേഹം നേരെ വന്ന് ഒരു ജംഗ്ഷനിൽ ഞങ്ങളെ എത്തിച്ചു തന്നു. എത്തിച്ച് ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം സിറാജുൽ ഹുദയിലേക്ക് ഒരു നേർച്ച തന്നു. അത് തന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, അദ്ദേഹത്തെ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. അദ്ദേഹം പറയാണ് ദുആ ചെയ്യണം. അദ്ദേഹം ആവശ്യപ്പെടുന്നു ദുആ ചെയ്യണം. അദ്ദേഹം പറയുന്നത് എന്താണ്? എന്റെ ബാപ്പയുടെ ഒരു സ്വത്ത്,
ആ സ്വത്ത് ഇവിടെയുള്ളൊരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അദ്ദേഹത്തിന്റേതാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിട്ട് അദ്ദേഹം അനുകൂലമായി വിധി വാങ്ങിയിട്ട് എന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു, ഞങ്ങളെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയി, അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അവരുടെ ഹക്കാണെങ്കിൽ അവർക്ക് നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ദീനീ പ്രവർത്തകനാണെന്ന് പ്രബോധകനാണെന്ന് പറഞ്ഞ് പ്രബോധനവും കൈ പിടിച്ചു പോകുമ്പോഴും ഹക്ക് കയ്യിലാക്കുന്നതിന് മടിയില്ല. പിന്നെ പ്രബോധനം കൊണ്ടെന്താ കാര്യം? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റൊരാളെ ഞാൻ കണ്ടു. അദ്ദേഹം, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഷൊർണൂരിലിറങ്ങി, സുബഹിന്റെ സമയമാണ്. ഞാൻ അവിടുന്ന് ഷൊർണൂരിലിറങ്ങി നിസ്കരിച്ചതിന് ശേഷം അതിനപ്പുറത്തെ ഭാഗത്തേക്ക്, അതാ പ്ലാറ്റ്ഫോം മാറിയിട്ട് വേണം അടുത്ത വണ്ടിയിൽ പോരാൻ. ഞാൻ അവിടുന്ന് അങ്ങനെ നടന്നു പോകുമ്പോ രണ്ടാളപ്പുറത്തുനിന്ന് സുബഹി നിസ്കരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരാൾ എനിക്ക് പരിചയമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വന്ന് വണ്ടി കയറി. വണ്ടിയിലിറങ്ങിയപ്പോ മറ്റൊരാളതാ ഞാൻ നിസ്കരിക്കുന്ന കണ്ട മറ്റൊരാൾ എന്റെ സമീപത്ത് വന്നു. അദ്ദേഹം വന്ന് കുറെ സന്തോഷം പറഞ്ഞു. ഞാൻ സിറാജുദ്ദീനിലൊക്കെ വരാറുണ്ട്, മദ്രാസിൽ നിന്ന് വരുന്നതാണ്, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു നേർച്ച തന്നു. അദ്ദേഹം നേർച്ച തന്നിട്ട് പറയുന്നത് എന്താണ്? എന്റെ മകൾ എന്റെ വീട്ടിലാണ്, 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഭർത്താവിന്റെ വീട്ടുകാർ മകളെ കൂടെ അയച്ചു തരുന്നില്ല. കംപ്ലൈന്റ് പറഞ്ഞത് അതാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഭർത്താവും ഈ കുട്ടിയും ഈ എന്റെ പെൺകുട്ടിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും വാശി പിടിക്കുന്നു, എന്റെ മകളങ്ങ് കയറാൻ പാടില്ല എന്ന് മാത്രമല്ല 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഉമ്മയുടെ കൂടെ അയച്ചു തരുന്നില്ല. ഞങ്ങൾ ഇന്നൊരു മസ്ലഹത്തിന് ഇന്നോ നാളെയോ പോകുന്നുണ്ട്, ഒന്ന് അവരുടെയും ഞങ്ങളുടെയും മനസ്സൊന്നിണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ പിതാവ് സങ്കടം പറയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പരസ്പരം സ്നേഹിച്ചിരിക്കുന്നൊരു ബന്ധം അത് മുറിഞ്ഞു പോകാതെ സന്തോഷമുള്ളൊരു കുടുംബജീവിതം കൊടുക്കണേ റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ വാശിക്കാരാകണോ? ബാപ്പയും ഉമ്മയും വാശിക്കാരാകണോ? ഭർത്താവും ഭാര്യയും വാശിക്കാരാകണോ? അയൽവാസികൾ വാശിക്കാരാകണോ? തൊട്ടടുത്തുള്ള വീട്ടുകാരനൊരു കാറ് കൊണ്ടുപോകാൻ ഒരു ചെറിയ മണ്ണിന്റെ മതിലൊന്ന് ചെത്തിക്കുറച്ചു കൊടുത്താൽ അവന്റെ വണ്ടി അതാ ഉരഞ്ഞു പോകാതെ ഉരസിപ്പോകാതെ പോകാൻ കഴിയും. അതൊരൽപ്പം ചെത്തുമ്പോഴേക്ക് നമ്മളെ നെഞ്ഞു ചെത്തലാകുമോ, തല കുത്തലാകുമോ? ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകൂലേ? മണ്ണെവിടെയെങ്കിലും പോകുമോ? പക്ഷെ ആ മണ്ണൊരൽപ്പം ഉപകാരത്തിലാകുമെന്നതല്ലാതെ സ്ഥലം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അള്ളാന്റെ ഭൂമി അവിടെ തന്നെ ഇല്ലേ? ചോദിക്കട്ടെ, നമുക്കവിടെ ആ സ്ഥലമൊന്ന് വാഹനം പോകാൻ ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഒരു വിശാല മനസ്സുണ്ടാക്കിക്കൂടെ? ഈ ചെറുപ്പക്കാരിയും ചെറുപ്പക്കാരനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുട്ടിയോടുകൂടെ ഒന്നിച്ച് ജീവിക്കാൻ ബാപ്പക്കും ഉമ്മക്കും ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ഒരുപക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ വല്ല അപാകതയുമുണ്ടാകാം, അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കിൽ അപാകതയുണ്ടാകാം, അല്ലെങ്കിൽ അതാ ആ ഭാര്യ വീട്ടുകാരുടെ വാക്കിൽ അപാകതയുണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരിൽ അപാകതയുണ്ടാകാം. ചോദിക്കട്ടെ, ഒരപാകതയുമില്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഈ പാവപ്പെട്ട എനിക്ക് എന്റെ വാക്കുകളിലോ പ്രവർത്തനത്തിലോ ഒരപാകതയും ഇന്നുവരെ വന്നിട്ടില്ലെന്ന് സത്യം ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് സത്യം ചെയ്യാൻ കഴിയുമോ? എനിക്ക് ചിന്തിച്ചുകൂടെ? എന്റെ വാക്കിൽ ചിലപ്പോൾ അപാകതയുണ്ടാകാം, എന്റെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടാകാം, എന്റെ സ്വഭാവത്തിൽ അപാകതയുണ്ടാകാം. എന്നോട് പലപ്പോഴും എനിക്ക് വെറുപ്പ് വേണ്ടാത്ത സ്ഥലത്ത് വെറുപ്പ് പിടിച്ചിരിക്കാം, സന്തോഷിക്കേണ്ടാത്ത സമയത്ത് സന്തോഷിച്ചിരിക്കാം. ഞാനൊരു ദൗർബല്യമുള്ള മനുഷ്യനല്ലേ? ആർക്കും ദൗർബല്യം സംഭവിച്ചുകൂടെ? അത് മനസ്സിലാക്കി ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി ക്ഷമിച്ചുകൂടെ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ക്ഷമിച്ചുകൂടെ? അതാ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ക്ഷമിച്ചുകൂടെ? അതേ പരസ്പരം കുടുംബങ്ങൾക്കിടയിൽ ക്ഷമിച്ചുകൂടെ? എന്തിനു വേണ്ടി കുടുംബങ്ങൾ തമ്മിലകരണം? എന്തിന് അയൽവാസികൾ തമ്മിലകരണം? എന്തിന് നാട്ടുകാർ തമ്മിലകരണം? എന്തിന് മോമിനികൾ തമ്മിലകരണം? എന്തിന് മതക്കാരും മറ്റു മതക്കാരും തമ്മിലകരണം? എന്തിന് മനുഷ്യർ പരസ്പരം കലഹിക്കണം? മനുഷ്യന്റെ മനസ്സൊന്ന് നന്നാക്കിക്കൂടെ? ഹബീബിന്റെ ഉപദേശം കേട്ടില്ലേ? റഹിമല്ലാഹു റജുലൻ സംഹൻ
വിശാല മനസ്ഥിതിയുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. നബിതങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശാല മനസ്ഥിതിയുള്ളവർക്കാണ്. ഇദാ ബഅ അബിസ്തറ അബിത്തളാ, വിൽക്കുന്ന സമയത്ത് വിശാല മനസ്ഥിതി, വാങ്ങുന്ന സമയത്ത് വിശാല മനസ്ഥിതി, അവകാശം ചോദിക്കുമ്പോൾ വിശാല മനസ്ഥിതി, എവിടെയും വിശാല മനസ്ഥിതി. അങ്ങനെയുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആർക്കും ശല്യം ചെയ്യാൻ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ജീവിതം അല്ലാഹു തആല അങ്ങനെ ജീവിക്കാൻ സാധുക്കളായ നമുക്ക് ബാക്കിയുള്ള ജീവിതത്തിലെങ്കിലും ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു 10 സെന്റ് ഭൂമി, മക്കളെ നോടൂ, ഒരു 10 സെന്റ് ഭൂമി, ആ 10 സെന്റ് ഭൂമി 5 സെന്റ് എന്റേതും 5 സെന്റ് എന്റെ സുഹൃത്ത് റാഷിദ് ബുഖാരിയുടെ. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 10 സെന്റ് ഭൂമി, അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഇല്ലട്ടോ, ഒരു 10 സെന്റ് ഭൂമി. എന്നാൽ എന്റെ 5 സെന്റ് ഭൂമി എനിക്ക് വിൽക്കേണ്ടി വന്നു. എന്നാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നീ അതങ്ങനെ വിൽക്കാൻ പറ്റൂല, അതെന്ത് വേണം? റാഷിദ് ബുഖാരിനോട് ചോദിക്കണം, നിങ്ങൾ എടുക്കുമെന്ന് ചോദിക്കണം. ഇസ്ലാമിന്റെ നിയമം പറയുന്നത് കച്ചവടക്കാർ പഠിക്കണം. ചിലരില്ലേ വേഗം പോയിട്ട് കൂടുതൽ വിൽക്കുക എടുത്തിട്ട് എനിക്ക് മറച്ചു വിൽക്കാന്ന് വിചാരിക്കില്ലേ? ഇസ്ലാമിനത് പറ്റൂല, അങ്ങനെ മറച്ചു വിൽക്കല് പറ്റൂല. മറിച്ച് ആ എന്റെയും അതുപോലെ എന്റെ സുഹൃത്തിന്റെയും അല്ലെങ്കിൽ എന്റെ എതിരാളിയായാലും തർക്കമില്ല, അനുകൂലിയായാലും തർക്കമില്ല. കാരണം ഇന്നത്തെ അനുകൂലി നാളെ ചിലപ്പോൾ പ്രതികൂലിയാവും, ഇന്നത്തെ പ്രതികൂലി നാളെ അനുകൂലിയാവും. ചിലരെ ധാരണ മരിക്കുന്നവരെ എതിരാളി തന്നെയാണ്, ചിലരെ ധാരണ മരിക്കുന്നവരെ അനുകൂലി തന്നെയാണ്. അങ്ങനൊന്നും ധാരണ വേണ്ട. ഇന്നത്തെ അനുകൂലിയൊക്കെ നാളെ പ്രതികൂലിയാവും, നാളത്തെ പ്രതികൂലി ഇന്ന് അനുകൂലിയാവും. അതുകൊണ്ടാണ് അതീവ രഹസ്യങ്ങളൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. കാരണം നാളെ എന്താകുകയെന്ന് അറിയില്ല. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയുന്നത് എന്നതിന്റെ അർത്ഥം. കലബ തന്നെ മറിച്ചു, കൽബ് തന്നെ മറിയുന്നത്. മനുഷ്യന്റെ മനസ്സിങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ മനസ്സിനെ കൃത്യമായ റൂട്ടിൽ അല്ലാഹു തആല നടത്തി തന്നാൽ അൽഹംദുലില്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആഅതിക. ഹൃദയങ്ങളെ മറിക്കുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ നിന്റെ ആശയത്തിന്റെ ദീനിന്റെ മേൽ, തഖ്വയുടെ മേൽ നീ നേരെയാക്കി നടത്തണേ അല്ലാഹ്. മനസ്സിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പൊ ഇരിക്കട്ടെ, എതിരാളിയോ അനുകൂലിയോ എന്ന പ്രശ്നമല്ല. ഒന്നിച്ച് ഉള്ള ഒരു ഭൂമി, അതിലെ എന്റെ 5 സെന്റ് ഞാൻ വിൽക്കുമ്പോ എന്റെ ഷെയറുകാരനോട് പറയണം, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു കച്ചവടം, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു സ്ഥാപനം, അത് വിൽക്കുമ്പോ മറ്റവനോട് പറയണം, ഞാനിത് വിൽക്കുക, നിങ്ങൾ എടുക്കുവോ? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ വില പറയും, വലിയ വില പറഞ്ഞു. അപ്പൊ എടുക്കാനാവില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളൊന്ന് വില പറയിക്കും, മറ്റുള്ളവർ കൊണ്ടൊന്ന് വില പറയിക്കും. മറ്റുള്ളവർ കൊണ്ട് വില പറയിച്ചിട്ട് അതിന്റെ ഏകദേശം ടോപ്പ് വിലയായി. ടോപ്പ് വിലയായാലും വിൽക്കാൻ പറ്റൂല. അയാളോട് ചോദിക്കണം, ഇത്ര വില പറയുന്നു, ഞാൻ പുറത്തു കൊടുത്തോട്ടെ? എന്നിട്ട് അയാൾ കൊടുത്തോന്ന് പറഞ്ഞാലേ വിൽക്കാൻ പറ്റുള്ളൂ എന്നാ ഇസ്ലാമിന്റെ നിയമം. അത് ഒന്നിച്ചുള്ള ഭൂമി, ഒന്നിച്ചുള്ള ബിൽഡിംഗ്, ഒന്നിച്ചുള്ള കച്ചവടം, അതിന്റെ ഒരു നിയമം. ഇനി മറ്റൊന്ന് ഞാൻ പറയട്ടെ. ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം, ഒരു വീട്, ആ കെട്ടിടത്തിലേക്കുള്ള വഴിയൊന്നാണ്, അല്ലെ ആ വീട്ടിലേക്കുള്ള വഴിയൊന്നാണ്, രണ്ടാൾക്കും കൂടി ഒരു വഴിയാണ്. ആ വീടാണ് വിൽക്കുന്നത്, അവന്റേത് വേറെ തന്നെ കോമ്പൗണ്ടൊക്കെ ഉണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്. പക്ഷേ വഴി രണ്ടാളതും ഒന്നാണെങ്കിൽ ആ വീട് വിൽക്കുകയാണെങ്കിലും ഇവനോട് ചോദിക്കണം, ഇവൻ എടുക്കുന്നില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ഇനി ഒന്നും കൂടി പറയട്ടെ, ഇനി പുറത്തൊരാൾക്ക് വിറ്റാൽ, അതേ എന്റെ 5 സെന്റ് ഞാൻ 10 ലക്ഷത്തിന് വിറ്റു, എന്നാൽ ഇസ്ലാം വെച്ചിട്ടുള്ളൊരു നിയമം എന്താണെന്നറിയോ? എന്റെ കൂട്ടുകാരന് ആ കച്ചവടം ദുർബലപ്പെടുത്താം, ആ 10 ലക്ഷം എനിക്ക് തന്ന് സ്ഥലം അദ്ദേഹത്തിന് കൈവശപ്പെടുത്താം. ഇസ്ലാമിന്റെ കോടതിയും ഇസ്ലാമിന്റെ ജഡ്ജിയുമാണെങ്കിൽ അത് അദ്ദേഹത്തിന് കോടതി വിധിക്കണം. 10 ലക്ഷം അയാളോട് വാങ്ങിയിട്ട് എനിക്ക് തന്നവന് തിരിച്ചു കൊടുത്തേക്കണം, സ്ഥലം അയാൾക്ക് കൊടുത്തേക്കണം. ഒരാളെയും ശല്യം ചെയ്യാനുള്ള ഒരു വകുപ്പും ഇസ്ലാമിനില്ല.
അവന്റെ ഭൂമി എടുത്തിട്ട് അവനെ ഞാൻ പാഠം പഠിപ്പിക്കാന്ന് വിചാരിക്കുന്ന ചില ഹുങ്കുകളില്ലേ, ഇസ്ലാമിൽ അതിന് വകുപ്പ് തന്നെയില്ല. ഇനി തൊട്ടടുത്ത വീട്ടുകാരനാണെങ്കിൽ തന്നെ കോമ്പൗണ്ട് വേറെ, വഴി വേറെ, തൊട്ടടുത്ത വീട്ടുകാരനാണ്. എന്നാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മംബഅ മിൻകും ദാറൻ ഔ അഖാറൻ, ആരെങ്കിലും ഒരു വീട് വിൽക്കുകയാണെങ്കിൽ, ഔ അഖാറൻ അല്ലെങ്കിൽ ഒരു പറമ്പ് വിൽക്കുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിൽക്കുകയാണെങ്കിൽ, വിൽക്കുന്നതത്ര നല്ല പരിപാടിയല്ല, ആവശ്യത്തിന് വിൽക്കാം. പക്ഷേ വിറ്റാൽ ഉടനെ അതുപോലെ മറ്റൊരു ഭൂമി വാങ്ങാൻ നോക്കണം, അതുപോലെ മറ്റൊരു ബിൽഡിംഗ് വാങ്ങാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മംബഅ മിൻകും ദാറൻ, നിങ്ങളിൽ വല്ലവരും വല്ല വീടും വിറ്റാൽ, ഔ അഖാറൻ അല്ലെങ്കിൽ പറമ്പ് വിറ്റാൽ, ഖാമിനുൻ അല്ലാ യുബാറക ലഹു, ആ വിറ്റ് കിട്ടുന്ന കാശങ്ങ് തൊലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഖാമിനുൻ അല്ലാ യുബാറക ലഹു, അദ്ദേഹത്തിന് ബറക്കത്ത് കിട്ടാതിരിക്കാൻ കാരണം അത് ബന്ധപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. പറമ്പ് വിറ്റാൽ കാശ് ചിലപ്പോൾ തൊലഞ്ഞു പോകും, വീട് വിറ്റാൽ കാശ് ചിലപ്പോൾ തൊലഞ്ഞു പോകും, ആ സംഖ്യയിൽ ബറക്കത്തില്ലാതെ ആയി പോകും. ഇല്ലാ യജഅലഹു ഫീ മിസ്ലിഹി, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പറമ്പോ, അതുപോലത്തെ ഒരു ബിൽഡിങ്ങോ, അതുപോലത്തെ ഒരു സ്വത്തോ വാങ്ങിയിട്ടേക്കണം. ഇല്ലെങ്കിൽ സ്വത്ത് തൊലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ബറക്കത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച നേതാവല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച നേതാവല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച നേതാവാണ്. ആ നബി തങ്ങൾ തന്നെ പറയാണ്, അതേ അൽ ജാറു അഹഖു ബിശഫഅതിഹി ബിശഫഅതിഹി, കൂട്ടുകാരൻ വിൽക്കുമ്പോൾ അവന്റെ ഓഹരി സ്വന്തത്തിൽ തന്നെ പണം കൊടുത്ത് കൈവശപ്പെടുത്താൻ അധികാരം, ആ അധികാരത്തിന്റെ പേരാണ് ശുഫഅത്ത്. അങ്ങനെ ശുഫഅത്ത് കൊണ്ട് പിടിക്കാൻ അർഹതപ്പെട്ടവനാണ് അയൽവാസി. അതുകൊണ്ട് തന്നെ യുന്തദറു ലഹാ വഇൻ കാന ഗായിബൻ, അവൻ നാട്ടിലില്ലെങ്കിൽ പോലും അവൻ നാട്ടിലേക്ക് വരുന്നത് വരെ നിന്റെ സ്വത്ത് വിൽക്കാതെ അയൽവാസിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ഇതാക്കാന തരീഖുഹുമാ വാഹിദ, രണ്ടാൾക്കും പോകാനുള്ള റൂട്ട് ഒന്നാണെങ്കിൽ, രണ്ടാൾക്കും പോകാനുള്ള വഴി ഒന്നാണെങ്കിൽ, ആ അയൽവാസി വന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാലേ പുറത്ത് വിൽക്കാവൂ. അത്രയും വലിയ കടപ്പാട് അയൽവാസികൾക്കിടയിലുണ്ട്. ഇനി അതേ നബി തങ്ങൾ തന്നെ പറയുന്നു, വല്ലവർക്കും ഒരു കൃഷിസ്ഥലമുണ്ടെങ്കിൽ അത് തരിശാക്കിയിടാൻ പാടില്ല. മൻകാനലഹു അർളുൻ, വല്ലവർക്കും ഭൂമിയുണ്ടെങ്കിൽ ഫല്യസ്റഅഹാ, ആ ഭൂമിയിൽ അവൻ കൃഷിയിറക്കട്ടെ, വെറുതെ തരിശാക്കിയിടാൻ പാടില്ല. ഔലയംനഹഹാ, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവന് അവൻ സൗജന്യമായി വിട്ടുകൊടുക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവര് കൃഷി ചെയ്യട്ടെ. അത് രണ്ടുമില്ലാതെ ഫൈൻ അബാ, വല്ലവരും അതാ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനുമില്ല, അവൻ കൃഷി ചെയ്യാനുമില്ല, അങ്ങനെ അവൻ അതിന് രണ്ടും തയ്യാറില്ലെങ്കിൽ ഫല്യുംസിക് അർളഹു, അവന്റെ ഭൂമിയും പിടിച്ച് അവനവിടെ നിന്നോട്ടെ. ഈ ഭൂമി കൊണ്ടെന്താ കാര്യം? ഈ ഭൂമി കൊണ്ടെന്താ കാര്യം? അതെ, അവൻ സ്വന്തം കൃഷി ചെയ്യുന്നില്ല, മറ്റൊരാൾക്ക് കൃഷി